അങ്ങനെ ഞാൻ OTTയിൽ ചെറുക്കനും പെണ്ണും എന്ന സിനിമ കണ്ടു. മനോരമ മാക്സിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ലിങ്ക് കൊടുക്കുന്നില്ല. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സജി നന്ദിയാട്ടാണ്. പ്രദീപ് നായരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ശരിക്കും സജി നന്ദിയാട്ട് എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും ബുദ്ധിമാനായ ഒരു പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഈ സിനിമയ്ക്ക് പിന്നിൽ എനിക്ക് രണ്ട് കാരണങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ പറ്റുന്നത്. ഒന്ന്, ഈ റിവ്യൂവർമാർ കാരണം സിനിമ നശിക്കുന്നു എന്ന് എല്ലാവരും പറയുന്ന സമയത്ത് ഞാനൊരു സിനിമ എടുക്കാം, ആ സിനിമ അവന്മാർ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ റിവ്യൂ തന്നെ നിർത്തി പൊക്കോളും, അങ്ങനെ മനസ്സ് മടുപ്പിക്കാൻ പറ്റുന്നൊരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കാം അദ്ദേഹം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മെമ്പർഷിപ്പ് പുതുക്കാനെങ്കിലും ഒരു 5 വർഷമോ 10 വർഷമോ കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. ഈ സിനിമ രൂപയുടെ മൂല്യം ഉയരുന്നതിന് മുമ്പേ തന്നെ പുള്ളി ഷൂട്ട് ചെയ്ത് വെച്ചാണ്. ഏകദേശം ഒരു 10-12 കൊല്ലം മുമ്പ് ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയാണിത്. കാണുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി കുറവും പ്രായക്കൂടുതലും ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ്. അന്ന് മിക്കവാറും പുള്ളി ഇതുപോലെ ഒരു 5-6 പടം എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ 5 കൊല്ലം 10 കൊല്ലം കൂടുമ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം രണ്ടാമത് പറഞ്ഞ കാരണമായിരിക്കും ഈ സിനിമയ്ക്ക് പിന്നിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ചെറുക്കനും പെണ്ണും ഞാൻ കണ്ടു. ഈ വീഡിയോയിൽ സ്പോയിലർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്പോയിലറായിട്ട് കൂട്ടണോ എന്നെനിക്കറിയില്ല. പക്ഷേ സിനിമയെക്കുറിച്ച് ഒന്നും അറിയാതെ എനിക്ക് സിനിമ കണ്ടേ പറ്റൂ എന്നൊരു വാശിയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മനോരമ മാക്സിൽ ചെറുക്കനും പെണ്ണും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കണ്ടു നോക്കൂ, അതിനുശേഷം ഈ വീഡിയോ വന്ന് കാണും. നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം ഈ സിനിമയുടെ ടൈറ്റിലാണ് ചെറുക്കനും പെണ്ണും. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഈ സിനിമയുടെ ടൈറ്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ കഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ചെറുക്കനും ഒരു പെണ്ണുമുണ്ട്. അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട്. അവർ തമ്മിൽ ആദ്യരാത്രിയുടെ ഹാങ് ഓവർ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ചെറുക്കനും പെണ്ണും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ചെറുക്കനും പെണ്ണും വഴക്കിടുന്നു. അത് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ഒരുമിക്കുന്നു. അതിനുശേഷം ചെറുക്കനെ പെണ്ണ് തുഴ കൊണ്ടടിച്ച് വെള്ളത്തിലിടുന്നു. പിന്നീട് ചെറുക്കനും പെണ്ണും ഒരുമിക്കുന്നു. അപ്പോൾ സിനിമയുടെ പേര് നമുക്ക് ചെറുക്കനും പെണ്ണിടാം എന്ന് പറഞ്ഞ് അത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം തന്നെയായിരുന്നു, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു പേരിടുന്നത് വഴി. ഇനി എന്തായാലും ഈ സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായതിനെ തുടർന്ന് ഒരുപക്ഷെ അമ്മയും അച്ഛനും എന്ന് പറഞ്ഞൊരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിയേക്കാം, പെങ്ങളും അളിയനും എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ ഇറങ്ങിയേക്കാം. കുറച്ചും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ പോലീസും കള്ളനും എന്ന് പറയുന്ന പോലെയുള്ള സിനിമകളും ചിലപ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ സിനിമയുടെ കഥയിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ അത്ര ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ബാലു, റീത്ത ഇവർ 2 പേരുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ബാലു റീത്തയും കൊണ്ട് ഒരു വള്ളം തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളത്തിൽ ഈ നട്ടഭ്രാന്തം വെയിലത്ത് എന്തിനാണ് ഇവർ ഈ കായലിൻ്റെ നടുക്കോട്ട് തുഴഞ്ഞു പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും തുഴഞ്ഞ് തളർന്നിരിക്കുന്ന ബാലുവിനോട് റീത്ത ചോദിക്കുന്നുണ്ട്, അവരപ്പോഴേ പറഞ്ഞല്ലേ ഇത് എടുത്തുകൊണ്ട് വരണ്ടെന്ന്, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? അങ്ങനെ ചോദിച്ച് അവഹേളിക്കുമ്പോൾ അവൻ ഒരു ചിരിയാണ് ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചിരി തന്നെയാണ്. എല്ലാവർക്കും ചിരിയുണ്ട്. ഒരാൾ വെറുതെ ഇങ്ങനെ സ്ക്രീനിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ ഒരു ഡോറ് തുറന്നിട്ട് ഞാൻ അകത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ചിരിയിരിക്കും. എന്നോട് ഒരാൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇത് ചിരിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞൊരു ഡയലോഗ് പറയുന്നതിന് തൊട്ടുമുമ്പ്, അതായത് ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിരിച്ച് ഇതിലെ ചിരിയെല്ലാം കൂടി കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ 1.25 മണിക്കൂറുള്ള സിനിമ 1 മണിക്കൂറായിട്ട് ചുരുങ്ങും. അങ്ങനെ വള്ളത്തിലിരുന്ന് ചമ്മിയ ബാലുവിൻ്റെ കയ്യിൽ നിന്ന് റീത്ത വാങ്ങിച്ച് തുഴയുകയാണ്. തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റീത്തയ്ക്ക് എന്തോ പെട്ടെന്ന് മനസ്സിലേക്ക് എന്തോ കടന്നു വരുന്നു. അപ്പോൾ അവൾ ബാലുവിനോട് പറയുന്നു, ബാലു എണീറ്റ് ഇപ്പുറത്ത് വന്നിരിക്കുക, ഇനി കുറച്ച് നേരം ഇയാൾ തുഴാന്ന്. അങ്ങനെ ബാലു എണീക്കുമ്പോൾ അവൾ ആ തുഴ കൊണ്ട് ബാലുവിനെ അടിച്ച് വെള്ളത്തിലിടുകയാണ് ഗൈസ്. അങ്ങനെ വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്ന ബാലുവിൻ്റെ ഒരു സ്റ്റില്ല് ഫോട്ടോ എടുത്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ അഭിനേതാവിനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ ഈ സിനിമ അയാൾ ആരെയും കൂട്ടുകാരും ഒന്നും കാണിക്കില്ല. കാര്യം ആ ഒരു ഷോട്ട് വെച്ച് അയാളെ അപമാനിക്കാൻ പാകത്തിന് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും വെള്ളത്തിൽ പോയ ചെറുക്കനും വെള്ളത്തിലിട്ട പെണ്ണും തമ്മിലുള്ള കഥയുടെ ഒരു ക്ലൈമാക്സ് പോർഷനാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് നാൾ പുറകിലേക്ക് പോവാണ്. ടൈറ്റിലൊക്കെ എഴുതി കാണിച്ച് പടം തുടങ്ങുമ്പോൾ ടൈറ്റിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. ചുളുക്കിയ പേപ്പറിൽ എഴുത്തു വരുന്നത് പോലത്തെ വളരെ മികച്ച ഒരു ഗ്രാഫിക്കൽ പരിപാടിയൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പടം തുടങ്ങുമ്പോൾ നമ്മുടെ നായകൻ ബാലു അവൻ എയർപോർട്ടിൽ നിന്ന് വരികയാണ്. എയർപോർട്ട് കംപ്ലീറ്റ് VFX ആണ് അവരിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചതുപോലെ ഓരോന്ന് ഫീൽ ചെയ്യും. എയർപോർട്ട് മാത്രമല്ല, ഒരുപാട് ഇടങ്ങളിൽ പ്രത്യേകിച്ച് കാറിൽ ട്രാവൽ ചെയ്യുന്ന വിഷ്വൽസ് മുഴുവൻ ഇവർ ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് അതിൻ്റെ പുറകിൽ ബാക്കി വിഷ്വൽസ് അറേഞ്ച് ചെയ്യുമായിരുന്നു. അത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഞാൻ ഒരുപാട് സമയം നിർത്തിയിട്ടൊക്കെ നോക്കി നിന്നിട്ടാണ് എനിക്കത് മനസ്സിലായത്. എന്തായാലും അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വരുന്ന നായകൻ ഇവൻ അമേരിക്കയിൽ എന്തോ പണിയുണ്ട്. അച്ഛനും അമ്മയും പിന്നെ ഇവൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. ഈ കസിൻ ബ്രദറിനെ ഞാനിപ്പോൾ ക്രിഞ്ച് ബ്രോ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ സിനിമയിൽ അവസാനം വരെയും ഇദ്ദേഹത്തിൻ്റെ ക്രിഞ്ച് നമ്മൾ സഹിക്കാനുള്ളതാണ്. അപ്പനും അമ്മയും സെമി ക്രിഞ്ചുകളാണ്, അവരെ നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. അക്കരെ കാഴ്ചകൾ എന്ന് പറയുന്ന സിനിമയിലൂടെ പ്രശസ്തനായിട്ടുള്ള അഭിനേതാവൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നായകൻ വന്നു കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും കുറച്ച് ക്രിഞ്ച് ഡയലോഗുകൾ പറയുന്നു. സ്ഥിരമായി ഇപ്പോൾ എയർപോർട്ടിൽ വരികയാണ്. ഒരു നാടകമാണെങ്കിൽ അവിടെ എന്ത് ഡയലോഗാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാലുവിനെ കൊണ്ട് അച്ഛനും അമ്മയും ഈ ക്രിഞ്ച് ബ്രോയും കൂടി ഒരു വീട്ടിലേക്ക്
അവരുടെ വീട്ടിലേക്ക് പോണ വഴിക്ക് നമുക്കൊരു സ്ഥലത്ത് കയറാനുണ്ടെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് ചെന്ന് കയറുന്നു. അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവൻ ഇദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അതൊരു പെണ്ണ് കാണൽ സീനാണ് എന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നായകനും കാര്യമായിട്ട് അങ്ങനെ ഊഹിക്കാനൊന്നും പറ്റില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. എന്തായാലും അവിടെ കയറി ചെന്ന് അപ്പോൾ നമ്മുടെ നായിക അവിടെയുണ്ട്. ഈ നായികയ്ക്ക് ഒരു ക്രിഞ്ച് അനിയത്തിയുണ്ട്. അതും കൂടി ഞാൻ അവസാനം വരെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ ക്രിഞ്ച് അനിയത്തിയും ക്രിഞ്ച് ബ്രോയും തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ കാര്യമായ സീനുകളൊന്നും ഉണ്ടാകുന്നില്ല. റീത്തയും ബാലുവും തമ്മിലുള്ള കല്യാണം വീട്ടുകാരും ഏകദേശം സമ്മതിച്ച ഒരു മട്ടിലാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മമാർ രണ്ടുപേരും ഇരിക്കുന്ന ടേബിളിൻ്റെ അടുത്ത് ബാലു ഇരിക്കുമ്പോൾ റീത്ത അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബാലു കുറച്ച് കുസൃതികളൊക്കെ റീത്തയോട് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നുള്ള ഭാവത്തിൽ ബാക്കി അമ്മമാർ രണ്ടുപേരും ഡയലോഗ് അടിക്കുക, അങ്ങനത്തെ കുറച്ച് ക്രിഞ്ച് സീനുകളുണ്ട്. അത് കഴിഞ്ഞ് ചെറുക്കന് കുറച്ച് കുസൃതി കൂടുതലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവനെ എണീപ്പിച്ച് വിടുന്നതിന് പകരം അവർ മകളോട് പറയുന്നത്, മോളെ അവന് ഫ്രഷ് ആവാൻ ബാത്റൂം കാണിച്ചു കൊടുക്കൂ. അപ്പോൾ ഈ ക്രിഞ്ച് അനിയത്തി ഓടി വന്ന് പറയുന്നു, അങ്ങനെ കണ്ണിക്കണ്ട ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല, ചേച്ചിയുടെ അതേ ബാത്റൂമിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ കുസൃതിക്കാരനായ നായകനെ നായികയോടൊപ്പം ഒരു മുറിയിലേക്ക് കയറ്റി വിടുക എന്ന് പറയുന്ന ഒരു നന്മ പ്രവൃത്തി നമ്മളവിടെ കാണുന്നു. റൂമിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് തോന്നുന്ന കുറച്ചുകൂടി കുറുമ്പെടുക്കൽ നമ്മൾ കാണുന്നുണ്ട്. ഈ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഇവൻ ആക്ച്വലി നായികയോട് ഉമ്മ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ചോദിക്കൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞും അതിനുശേഷവും ഒക്കെ ഉമ്മയോടുമ്മ, എന്നാൽ ഇവൾ ഉമ്മ കൊടുക്കുന്നില്ല. അവൻ ചോദിക്കുന്ന പോട്ടെ, ഇവൻ്റെ ഒരു കസിൻ ബ്രോ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിഞ്ച് ബ്രോ ഉണ്ടല്ലോ, അവനും ഒരു ഉമ്മയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് സിനിമയുടെ തുടക്കം മുതൽ നമുക്ക് ഫീൽ ചെയ്യുക. അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. റീത്തയുടെ മുറിയിൽ വെച്ച് കുറച്ച് കുസൃതി കാണിക്കാൻ ശ്രമിക്കുന്ന ബാലുവിനെ നമ്മൾ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ക്രിഞ്ച് അനിയത്തി വന്നിട്ട് ഇഷ്ടംപോലെ ക്യൂട്ട്നെസ് വിതറുന്നുണ്ട്. ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ നല്ല പരസ്യ ഡയലോഗുകളായിരുന്നു. തുടർന്നും അത് തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒറ്റത്തവണ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നായകൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശിയുടെ വക ക്യൂട്ട്നെസ് ഒരു വഴിക്ക് വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ വന്ന ക്ഷീണത്തിൽ നമ്മുടെ നായകൻ ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ്റെ ഈ കസിൻ ബ്രോ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് വീട്ടിൽ നിറം സിനിമയിലെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. എന്താടാ നീ ഇത്ര വർക്കൗട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് പരിശ്രമിച്ചാലേ നടക്കുമെന്ന് പറഞ്ഞാൽ അവൻ അപ്പുറത്തെ വീട്ടിലെ പെങ്കൊച്ചിന് വായി നോക്കാൻ വേണ്ടി ചാടുന്ന ചാട്ടമാണ്. അതിനിടയ്ക്ക് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള കോമഡി കൗണ്ടർ ഡയലോഗുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ മറ്റു കൂട്ടുകാരെ ഈ സിനിമയിൽ നമ്മുടെ മുന്നിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കണ്ടു നോക്കേണ്ട ഒരു പ്രധാന ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ദിലീഷ് പോത്തൻ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ്. ഇന്നലെയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിലീഷ് പോത്തനെ നമുക്ക് എന്ത് വേഷവും ഏൽപ്പിക്കാം, അദ്ദേഹം അത് ഗംഭീരമായിട്ട് ചെയ്യുമെന്നുള്ളത്. ഞാൻ ഈ സിനിമ പുള്ളിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കട്ടെ. പിന്നെ നമ്മുടെ നായകനും നായികയും അവർ പ്രേമത്തിലാണല്ലോ, അതുകൊണ്ട് അവരുടെ ക്രിഞ്ച് ഫോൺ കോളുകളുണ്ട്. പിന്നെ തരുമോ, വരട്ടെ, വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒരുപാട് മൂളലുകളുമായിട്ട് ഇതിങ്ങനെ മുന്നോട്ട് പോവാണ്. എനിക്കിത് മനസ്സിലാവുന്നില്ല ഇവരെന്തിനത് കാണിച്ചതെന്ന്. കാരണം ഒന്നും കൊടുക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല, ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവൻ വലത്തോട്ടും അവളെ ഇടത്തോട്ടും തിരിഞ്ഞ് കിടക്കുന്നു, എന്നിട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം ഈ സമയത്തെങ്കിലും നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ജിഞ്ചക ജിഞ്ചക ജിൻ എന്ന് പറയുന്നത് പോലെ ക്ലിങ് 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 ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെ വരുമോ തരുമോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നൊക്കെ പറഞ്ഞ് മൂളി അവർ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് രാവിലത്തെ സീനും നമ്മളെ കാണിക്കും. ഉറങ്ങിക്കിടക്കുന്ന നായകനെ നായിക വിളിച്ചെണീപ്പിക്കുന്നു. ഇന്നലത്തെ ഹാങ് ഓവർ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇന്നലത്തെ ബാക്കി തുടങ്ങുന്ന സമയത്ത് ആ മുറിയിലേക്ക് അമ്മൂമ്മ കടന്നു വരികയാണ്. ഗൈസ്, രാമായണത്തിൻ്റെ ഒരു പുതിയ കോപ്പിയോ പഴയ കോപ്പി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്മൂമ്മ ആ റൂമിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ അസുഖമാണ്? ആ അമ്മൂമ്മ ഇപ്പം മാത്രമല്ല ഈ വൃത്തികേട് കാണിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിക്ക് ശേഷം രാവിലെ എണീറ്റ് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും നായകൻ നായികയോട് കുറച്ച് കുറുമ്പ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേ അമ്മൂമ്മ ചോദിക്കാൻ പറയുകയും ചെയ്യാതെ മുറിക്കകത്തേക്ക് കയറി വരും. എന്തൊരു വൃത്തിയുടെ സ്വഭാവമാണിത്. അമ്മൂമ്മ കടന്നു വരുമ്പോഴേക്കും ഫോൺ കോൾ കട്ടാവുമല്ലോ. ആ സമയത്താണ് നമ്മുടെ നായിക ഇടിയപ്പം ഉണ്ടാക്കണം എന്നാലോചിച്ച് അടുക്കളയിലേക്ക് പോകുന്നത്. ഇടിയപ്പത്തിൻ്റെ മാവ് മറ്റേ മെഷീനിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഇങ്ങനെ അമർത്തി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അപ്പുറത്തിരുന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അത് ചെയ്യാം, മകളോട് പച്ചക്കറി അരിയൂ എന്ന് പറയുന്നുണ്ട്. അമ്മയെ വിളിക്കാൻ അവൾ പോകുന്ന സമയത്ത് അമ്മയെ വിളിക്കേണ്ട, 2 മണി വരെ പണിയെടുത്ത് ആ പാവം അവിടെ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് ആ പെൺകുട്ടി ഈ ബഹുമാനം മുഴുവൻ പുറത്തേക്ക് എടുത്തിട്ടിട്ട് ഒരു നോട്ടം നോക്കും. എൻ്റെ അച്ഛൻ എന്ത് പാവാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടൻ എന്ത് സുന്ദരന എന്ന് ചോദിക്കുന്ന ബിഗ് ബ്രദറിലെ ഡയലോഗാണ് ഓർമ്മ വന്നത്. ആ കുട്ടിയുടെ അച്ഛൻ വളരെ പുരോഗമനവാദിയായിട്ടുള്ള ഭാര്യയെ സഹായിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന, ആരോടും ദേഷ്യപ്പെടാത്തൊരു മനുഷ്യനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ഡയലോഗ് പുകഴ്ത്തൽ നായിക കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു അച്ഛനോടൊപ്പം ഇനി എനിക്ക് അധികം നാളൊന്നും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ്. പക്ഷേ അത്രയും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ പൊന്നമ്മ ബാബു ആണ്. പൊന്നമ്മ ബാബു ഒക്കെ എന്ത് യങ്ങായിരിക്കുന്നു എന്നാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെയൊക്കെ വീടുകളിൽ
മുൻപൊക്കെ കണ്ടിരുന്നത്, ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, യൂട്യൂബൊക്കെ വന്നതുകൊണ്ട്. മുൻപ് കണ്ടിരുന്ന ഒരു കലാരൂപമാണ് ടി വിയിൽ വരുന്ന റെസിപ്പിയൊക്കെ എഴുതിയെടുത്തിട്ട് അത് പാചകം ചെയ്യാൻ ശ്രമിക്കുന്ന അമ്മമാർ. ടി വിയിൽ ഇത് വളരെ സ്പീഡിൽ കാണിച്ചു പോകുമ്പോൾ അതിൽ ദേഷ്യപ്പെടുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പൊന്നമ്മ ബാബു അങ്ങനെ ടി വി നോക്കിയിരുന്ന് റെസിപ്പി എഴുതിയെടുക്കാൻ നോക്കി തളർന്നിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ നായികയും അവളുടെ ക്രിഞ്ച് അനിയത്തിയും കൂടി കടന്നു വരുന്നു. പൊന്നമ്മ ബാബുവിൻ്റെ മകളായി അഭിനയിക്കുന്നത് റിയ സൈറ എന്ന ആർട്ടിസ്റ്റാണ് ആ വേഷം ചെയ്യുന്നത്. അവരെ പിന്നീട് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പിന്നീടെന്ന് പറയാൻ ഈ സിനിമ ഇപ്പോഴാണല്ലോ ഇറങ്ങിയത്. ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ബാക്കി എല്ലാവരും കല്യാണം കഴിക്കാൻ നിർബന്ധിച്ച സമയത്തും ലിവിങ് ടുഗദർ വേണം എന്ന് വാശി പിടിച്ചിട്ടുള്ള ഒരാളാണ്. പുരോഗമനവാദിയാണ്. പക്ഷേ ലിവിങ് ടുഗദർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ തമ്മിൽ ഒത്തുപോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് പാല് തിളപ്പിക്കുമ്പോൾ സെൻറ്റി അടിക്കുന്ന പൊന്നമ്മ ബാബുവിനെ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ മോളോട് ഞാൻ അന്നേ പറഞ്ഞതാ, അവൾ സമ്മതിച്ചില്ല, അവൾ ലിവിങ് ടുഗദറിന് പോയി. എന്നിട്ട് അവർ കൈകൊടുത്ത് പിരിഞ്ഞു. അവർ കൈകൊടുത്ത് പിരിഞ്ഞതിൽ നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അവിടെ കൂട്ടത്തല്ലും കൊലപാതകമൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ സാരമില്ല, 10-12 കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്തൊരു സിനിമയാവുന്ന സ്ഥിതിക്ക് അങ്ങനെയുള്ള ഡയലോഗ് അടിക്കാം. ഇതേ സങ്കടം തന്നെ റിയ അവതരിപ്പിക്കുന്ന കഥാപാത്രം നമ്മുടെ നായിക റീത്തയോട് പറയുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയയുടെ ആ ക്യാരക്ടറിന് ഒരു പൊട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൊട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പുരുകം തമ്മിൽ കൂട്ടിമുട്ടിക്കണമെന്നുള്ള വാശിപ്പുറത്തൊരു വലിയ വട്ടപ്പൊട്ട്. പൊതുവേ പുരോഗമനം പറയുന്ന പെൺകുട്ടികളെല്ലാം വട്ടപ്പൊട്ടും വട്ടക്കണ്ണടയും എന്ന് പറയുന്നൊരു സങ്കല്പമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതിനെ കൃത്യമായി മാർക്ക് ചെയ്യാൻ സംവിധായകനോട് സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നായകൻ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. പുള്ളിയെ വെറുതെ വീട്ടിൽ പോയി കണ്ടിട്ട് അവിടുന്ന് കിട്ടുന്ന പഴക്കൊലയും വെള്ളരിക്കയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയിട്ട് പഴക്കൊലയും വെള്ളരിക്കയും കൊണ്ടുവരുന്ന ഒരു ഗംഭീര സീനാണ് ഈ സിനിമയിലുള്ളത്. ഞാൻ വിചാരിച്ചു ഈ സൈക്കാട്രിസ്റ്റിന് ഈ സിനിമയിൽ സൈക്കാട്രിസ്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവുമെന്ന്. പുള്ളിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഇവരുടെ കല്യാണം നടക്കാൻ പോവുകയാണല്ലോ. നായകനും നായികയും കൂടി ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ആര്? ഈ നായികയ്ക്ക് ഇടാനുള്ള ഡ്രസ്സ് മുഴുവൻ നായകൻ മാത്രമായിട്ട്, ഇവർ രണ്ടുപേരും കൂടി മാത്രമായിട്ട് പോയി സാരി നോക്കുന്നു. ആ കുട്ടി സാരികൾ ഇങ്ങനെ മാറി മാറി ഉടുക്കുന്നു. അതിന് മുഴുവൻ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒരു ക്രിഞ്ച് സോങ് വരുന്നുണ്ട്. ഈ ക്രിഞ്ച് സോങ്ങിനിടയിലും നായികയോട് ഉമ്മ ചോദിക്കാൻ കഷ്ടപ്പെടുന്ന നായകനെ നമ്മൾ കാണുന്നു. പിന്നെ ഒരു കല്യാണം ആകുമ്പോൾ ബാച്ചിലർ പാർട്ടി വേണമല്ലോ. അങ്ങനെ നമ്മുടെ നായകൻ്റെ ബാച്ചിലർ പാർട്ടി. ആ ബാച്ചിലർ പാർട്ടിയിൽ കൂട്ടുകാർ ദിലീഷ് പോത്തൻ അടക്കമുള്ള ആളുകളുണ്ട്. അവിടെയും കുറേ ക്രിഞ്ച് ഡയലോഗുകൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഈ കല്യാണ തലേന്ന് വരുമ്പോഴേക്കും നായിക അവളുടെ വീട്ടിൽ മെഹന്തിയോ അങ്ങനെ എന്തൊക്കെയോ, ആ സമയത്ത് ആ പരിപാടിയൊക്കെ വന്നു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. എന്തായാലും ആ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം നായകൻ്റെ വീട്ടിൽ ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ആ പെട്ടിയിൽ നിന്നും നായികയുടെ ബ്ലൗസ് എടുത്ത് മണത്ത് നോക്കിയിട്ട് അവൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ വിളിച്ച് എനിക്ക് ഇപ്പോൾ നിന്നെ കാണണം എന്നൊക്കെ പറയുന്ന മനോഹരമായ ക്രിഞ്ചല്ലാത്ത സീനുകളും നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം സ്വാഭാവികമായും അവർ കല്യാണം കഴിക്കുന്നു. കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ട സമയത്ത്, കല്യാണം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന സീനൊക്കെ കാണുന്ന സമയത്ത് കല്യാണ ആൽബക്കാർ ചെയ്തിട്ടുണ്ടല്ലോ ഇതിനേക്കാളും വൃത്തിയായിട്ട്. ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് 2012, 2013 സമയത്തൊക്കെ ഞാൻ കല്യാണ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും വൃത്തിയായിട്ട് എന്നെനിക്ക് പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു സീനായിരുന്നു. പിന്നെ കല്യാണ വീട്ടിലേക്ക് വന്നു കയറുന്ന പെൺകുട്ടിക്ക് കരി പിടിച്ച ഒരു വിളക്കിൽ തിരി കൊളുത്തി കൊടുത്തത് മഹാവൃത്തികേടായിപ്പോയി. ചിലപ്പോൾ ടേക്ക് എടുത്ത് ടേക്ക് 1, ടേക്ക് 2, ടേക്ക് 3 എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും വിളക്ക് കരിയുമല്ലോ. നല്ലത് തുടയ്ക്കാനുള്ളൊരു മര്യാദ കാണിക്കാമായിരുന്നു. എന്തായാലും കരി പിടിച്ച വിളക്കുമായി ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആ കൂട്ടത്തിൽ അഥവാ ഈ സിനിമ എങ്ങാനും നിങ്ങൾക്ക് കാണാനൊരു യോഗം ഉണ്ടാവുകയാണെങ്കിൽ ഇതിൽ നായിക അമ്മൂമ്മയുടെ കാല് തൊട്ട് തൊഴുന്നൊരു സമയത്ത് അവരുടെ മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്. എൻ്റെ പൊന്നേ ഇത്രയും വളയണമായിരുന്നു എന്നുള്ള ഒരു ഭാവം വളരെ രസകരമാണ് ഈ സിനിമയിൽ. അത് കഴിഞ്ഞ് വരൻ്റെ മുറിയിലേക്ക് കയറുന്ന വധു ഈ പൂമാലയുണ്ടല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട ആ പൂമാല നായകൻ സൈഡിൽ വെറുതെ ചുട്ടിക്കൂട്ടിയിട്ടിരിക്കുക. ഇങ്ങനെ ഇടാൻ പാടില്ല, ഇത് നമ്മൾ എവിടെയെങ്കിലും തൂക്കിയിടണം എന്ന് പറഞ്ഞ് അവൻ്റെ പഴയ ഡ്രസ്സൊക്കെ കൊളുത്തിയിടാൻ വെച്ചിരുന്ന ഒരു ഹാങ്ങറിൽ കൊണ്ടുപോയി ഈ മാല തൂക്കിയിടുകയാണ്. അതായത് ഈ മാല അഴുകി പോവുകയാണെങ്കിൽ കുടുംബജീവിതം നന്നാവില്ല. അതേസമയം മാല അവിടെ തന്നെ കിടന്ന് ഉണങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ കുടുംബജീവിതം നന്നായി പോകുമെന്നാണ് അത്രേ അവരുടെ വിശ്വാസം. ഹൈ വിശ്വാസിയായിട്ടുള്ളൊരു കുട്ടി തന്നെ. അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ നായകൻ ഫുൾ റൊമാൻറ്റിക് സീനുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഉമ്മ വെച്ചില്ല എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ അമ്മൂമ്മ കയറി വരുന്ന സീനുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയും അവൻ ഈ റൊമാൻറ്റിക് സൈഡ് പിടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ നായിക കുറച്ച് മുല്ലപ്പൂക്കൾ എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് ഈ മുല്ലപ്പൂക്കൾ ബെഡിൽ വീണ് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ അത്? മുല്ലപ്പൂക്കൾ രാവിലെ ആകുമ്പോൾ ചതഞ്ഞിരിക്കണം എന്നാണ്. പക്ഷേ അതിനുശേഷം ഈ നായകനും നായികയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ബെഡിൽ ഒരു മുല്ലപ്പൂ കഷ്ണം പോലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴോ ഈ നായകനും നായികയും അതേ കോസ്റ്റ്യൂമിൽ തറയിലാണ് കിടക്കുന്നത്. അവരുടെ ബെഡെല്ലാം വിരിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തറയിൽ കുറേ മുല്ലപ്പൂക്കൾ ചതഞ്ഞ് കിടപ്പുണ്ട്. ഇതിൻ്റെ പുറത്താണ് നായകനും നായികയും കണ്ണു തുറന്ന് എണീക്കുന്നത്. പിന്നെ കല്യാണം നടക്കുന്ന എല്ലാ വീടുകളിലും സംഭവിക്കുന്ന പോലെ പെണ്ണ് വീട്ടുകാർ ചെക്കൻ്റെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വരുന്നു. ഗസ്റ്റായിട്ട് വരുമ്പോൾ ഉറപ്പായും പെണ്ണിൻ്റെ ആ ഒരു ക്രിഞ്ച് അനിയത്തിയെ കൊണ്ടുവരണമല്ലോ. ആ ക്രിഞ്ച് അനിയത്തിയും നമ്മുടെ പയ്യൻ്റെ ഈ ക്രിഞ്ച് കസിനും കൂടി ചേർന്നിട്ടുള്ള എക്സ്ട്രാ ക്രിഞ്ച് സീനുകൾ നമ്മൾ കാണുന്നു. ഇവക്കൊരു പൊട്ട് വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ അവൻ്റെ ചാട്ടമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവന് അവളോട് പ്രണയമാണെന്ന്. എന്തായാലും നമ്മുടെ നായികയുടെ ക്രിഞ്ച് അനിയത്തിക്ക് ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി. പേര് കേട്ടിട്ട് എനിക്ക് എന്തോ ഡിപ്ലോമ കോഴ്സാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ആ കുടുംബത്തെ ആർക്കും ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നില്ല അത്രേ. ആ
പേര് പറയാൻ പോലും ആ കുടുംബത്തെ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവൾക്ക് ഈ അഡ്മിഷൻ കിട്ടിയത് പ്രമാണിച്ച് അവൾ കല്യാണം കഴിഞ്ഞ ചേച്ചിയോടും അളിയനോടും ഒരു കാര്യം ഗിഫ്റ്റായിട്ട് ചോദിച്ചു വാങ്ങിച്ചു. 2 ഫാമിലീസും കൂടി ഒരുമിച്ചൊരു ട്രിപ്പ് പോവുക എന്നുള്ളതായിരുന്നു അത്. ആ ട്രിപ്പാണ് നമ്മൾ പിന്നീട് കാണുന്ന ക്രിഞ്ച് ട്രിപ്പ്. ഒരു വലിയ ബാസ്ക്കറ്റ് നിറച്ച് ഫ്രൂട്ട്സും പാർലേജി ബിസ്ക്കറ്റുകളും ഒക്കെ ആയിട്ട് ഈ കോടീശ്വരന്മാരായ 2 കുടുംബങ്ങൾ ഒരു കാടിനകത്തേക്ക് പോവുകയാണ്. ആ പഴക്കൂടയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കരിഞ്ഞ് ഉണങ്ങിയ വാഴപ്പഴങ്ങളൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ എന്തായാലും ട്രിപ്പിന് പോയി കൊള്ളാവുന്ന കുറച്ച് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് പോകാൻ പാടില്ലായിരുന്നോ എന്ന് നമുക്ക് വരെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു അത്. എന്തായാലും അങ്ങനെ ക്രിഞ്ച് സീനുകൾ, ക്രിഞ്ച് യാത്രകളൊക്കെ നമ്മൾ കണ്ട് ഒരു പാറപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ നായകൻ്റെ ക്രിഞ്ച് കസിൻ ഉണ്ടല്ലോ, അവൻ ഈ ക്രിഞ്ച് പെങ്ങളെ ഒരു പാറപ്പുറത്തേക്ക് ക്ഷണിക്കും. ആ പാറപ്പുറത്തുനിന്ന് അനങ്ങാൻ നോക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി മുട്ടോളം ഹൈറ്റുള്ള ആ വെള്ളത്തിലേക്ക് മുങ്ങുകയും ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ അങ്ങനെ പോയി വടിയാവുകയും ചെയ്യും. ഇത് കാണുന്ന നമ്മുടെ നായിക അവളെ ഇത് ഭയങ്കര സൈക്കോളജിക്കലായിട്ട് ബാധിക്കുകയാണ്. കാരണം അവളുടെ അനിയത്തി ഒഴുകിപ്പോയി. നീ ഒരൊറ്റൊരുത്തനാണ് കാരണമെന്ന് പറഞ്ഞ് അവൾ ഭർത്താവിനോട് പിണങ്ങി അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത്. പക്ഷേ പിന്നീട് അവൾ പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ഈ കസിൻ മറ്റേ ക്രിഞ്ച് ബ്രോ ഉണ്ടല്ലോ, അവൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് അടുക്കാൻ ശ്രമിക്കുന്നത് നിനക്കറിയായിരുന്നു, നീ അതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ മുങ്ങി മരിച്ചു പോയത് എന്നാണ് നായികയുടെ വാദം. കുറച്ചൊക്കെ ലോജിക്കായി ചിന്തിക്കാൻ പറ്റുന്ന, ചിരിക്കാനറിയാവുന്ന നമ്മുടെ നായകൻ ഒരു കാര്യമില്ലാതെ ഈ ക്രിഞ്ച് കസിൻ്റെ അടുത്ത് ചൂടാവുന്ന സീനും നമ്മൾ കാണുന്നുണ്ട്. ഈ സീനിലൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവൾ ആദ്യരാത്രിക്ക് മുമ്പ് 2 മാല അവിടെ കൊണ്ട് തൂക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഗ്രാജുവലി ഉണങ്ങി വരുന്നത് സിനിമയിലുണ്ട്. അത് ആക്ച്വലി ഒരു വലിയ ബ്രില്യൻസ് ആണ്. എല്ലാം കഴിഞ്ഞ് ക്ലൈമാക്സിലാണ് ഉണങ്ങിയ മാലയൊക്കെ നമ്മുടെ നായിക ചുരുട്ടിയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയുന്നത്. എന്തായാലും നമ്മുടെ നായകൻ കല്യാണം കഴിഞ്ഞു, കുറച്ച് നാളിങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് നടന്നു. ഇതിനിടയിൽ ഒരു മരിപ്പൊക്കെ ഉണ്ടായി. പക്ഷേ അവന് ജോലിക്ക് പോയല്ലേ പറ്റൂ. അവൻ USA തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ നായികയെ ചെന്ന് വിളിക്കുകയാണ്. പക്ഷേ നായിക പറയുന്നത്, എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല, എൻ്റെ പെങ്ങളെ കൊലക്ക് കൊടുത്തവനാണ് നീ എന്നൊക്കെ പറയുന്ന കുറച്ച് ഡയലോഗുകളൊക്കെ പറയുന്നു. അവൻ വ്യസന സമേതം തിരിച്ച് അമേരിക്കയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കനലായി പെണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഈ സിനിമയിലെ പാട്ടുകളൊക്കെ ഭയങ്കര രസമാണ്. അതായത് കറക്റ്റ് സൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തിയോട് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഒരുപാട് എഫക്ട്സ് ഒക്കെ വാരിയിട്ടിട്ട് നമുക്ക് ഒന്നെങ്കിൽ ലിറിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ മ്യൂസിക് പോകുന്നത് നമ്മൾ കേൾക്കില്ല. ആ ഒരു രീതിയിലൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ വളരെ മാജിക്കലായ ഒരു സംഭവം നടക്കുകയാണ്. നമ്മുടെ ഈ കസിൻ ബ്രോ ഉണ്ടല്ലോ, ക്രിഞ്ച് ബ്രോ, അവനിങ്ങനെ ട്രിപ്പ് പോയ സമയത്ത് ഒരുപാട് വീഡിയോ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ക്ലിപ്പുകളിൽ ഒന്നിൽ ഇവളുടെ ഈ മരിച്ചുപോയ സഹോദരിയുണ്ട്. പുള്ളിക്കാരിയോട് ഈ പയ്യൻ സംസാരിച്ചുകൊണ്ട് വരുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പാണ് നായിക കാണുന്നത്. അതിൽ നിനക്ക് എന്നോട് പ്രേമമാണോടാ എന്ന് ക്രിഞ്ച് അനിയത്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിഞ്ച് കസിൻ അതിന് കൊടുത്ത മറുപടി, എനിക്ക് നിന്നെപ്പോലെ ഒരു ചേച്ചിയോ അനിയത്തിയോ വേണം എന്നായിരുന്നു എന്നാ. സോ അവൻ പ്രേമിക്കാൻ വേണ്ടി അല്ല ഗൈസ് ആ പെണ്ണിൻ്റെ പുറകെ നടന്നുകൊണ്ടിരുന്നത്, അവനൊരു ചേച്ചിയുടെ സ്നേഹം വേണമായിരുന്നു. അത് ഈ നായിക തെറ്റിദ്ധരിച്ചതാണ്. പക്ഷെ ഞാൻ എന്തൊരു മഹാഭാബി ആയിപ്പോയി എന്ന് പറയുന്ന കുറ്റബോധം പിന്നെ അവളെ വേട്ടയാടുകയാണ്. ഇതിനിടയ്ക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗംഭീര ഒരു സീക്വൻസ് സിനിമയിലുണ്ട്. ഒരുപക്ഷേ ഈ സിനിമയിലെ ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള സീക്വൻസ് അതായിരുന്നു. നമ്മുടെ നായകൻ്റെ അമ്മ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഒരു ബന്ധമില്ലാത്തൊരു ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ന് തിരുവാതിരയല്ലേ, പണ്ട് തിരുവാതിര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പൊക്കെ നോറ്റിട്ട് തിരുവാതിരയ്ക്ക് പുഴുക്കൊക്കെ കഴിച്ചിട്ട് എന്തൊരു രസമുള്ള പരിപാടിയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്, നിങ്ങളുടെ മോൻ്റെ ഭാര്യയുടെ പൂത്തിരുവാതിരയല്ലേ ഇത്, അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ, അപ്പോൾ അവൾ അമേരിക്ക പോയതാണ് എന്ന് ഈ ചേച്ചി മനസ്സിലാക്കുന്നു. അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ നായകൻ്റെ അമ്മയുടെ നെഞ്ചി കുത്തി ആസ്വദിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അത് വളരെ റിലേറ്റബിൾ ആയിരുന്നു, വളരെ കൺവിൻസിങ് ആയിരുന്നു. അന്ന് രാത്രി നമ്മുടെ നായിക തിരുവാതിര കാണാൻ വേണ്ടി അവരുടെ കുടുംബക്ഷേത്രത്തിൽ നിൽക്കുക. അങ്ങനെ തിരുവാതിരയ്ക്ക് ആളുകളൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് നോക്കുമ്പോൾ ദേവരുന്നു മരിച്ചുപോയ നമ്മുടെ നായികയുടെ അനിയത്തി ആത്മാവാണേ. അവർ വന്നിട്ട് ഈ ബന്ധം സെറ്റപ്പാക്കാനുള്ള ഒരു ഉപദേശമൊക്കെ ചേച്ചിക്ക് കൊടുക്കണം. എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നായിക വീട്ടിൽ ചെന്ന് നായകനെ വിളിക്കുകയാണ്. നായകനെ വിളിക്കുമ്പോഴുള്ള രസം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം പകൽ സമയത്താണ് നായകനെ വിളിക്കുന്നത്. ഇന്ത്യയിൽ US അവനും ഏകദേശം പകൽ സമയത്ത് തന്നെയാണ് ഈ ഫോൺ എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത്. അന്ന് ഫോൺ എടുക്കാതായ അവൻ പിന്നീട് ആരുടെയും ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി. ഒരാഴ്ചയായിട്ട് ഇവനെക്കുറിച്ച് ഒരു വിവരമില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടാനുള്ള, അയ്യോ എന്തായി എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ അന്വേഷിക്കുന്നു, നായികയും ടെൻഷനാവുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ അവൻ ടൂറ് പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന പോലെ 2 ബാഗുമായി തിരിച്ച് നാട്ടിലെത്തുന്നു. അപ്പോഴാണ് അവൻ ആ സത്യം പറയുന്നത്, അവൻ്റെ ജോലി പോയി ഗൈസ്. ജോലി പോയ സങ്കടത്തിൽ ആരോടും പറയാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവൻ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോഴും ഈ വിഷ്വൽ ബ്രില്യൻസ് എന്ന് പറയുന്നത്, ആ മാല ഫുള്ളായിട്ട് കരിഞ്ഞിട്ടില്ല, അത് കുറച്ച് കരിയാൻ ബാക്കിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. എന്തായാലും നാട്ടിൽ തിരിച്ചെത്തിയ നായിക ഫോൺ ചെയ്യുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. എനിക്ക് ആ സംസാരത്തിൽ വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ക്രിഞ്ച് സംസാരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നും ആ ഫസ്റ്റ് നൈറ്റിൻ്റെ ഹാങ് ഓവറിലാണ് എന്ന് നായകനോട് പറയുന്നുണ്ട്. ഇത്രയും ഹാങ് ഓവർ ഉണ്ടായിട്ടാണോ കുട്ടി നീ അവനോട് ഇത്രയും ക്രൂരമായി സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്തായാലും വളരെ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൊടൂര BGM കയറി വരുന്നത്. ആ BGMൻ്റെ കൂടെ അവൾക്ക് അനിയത്തിയെക്കുറിച്ച് ഓർമ്മ വരുന്നു. ഇതിലിവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു എന്നെനിക്ക് തോന്നുന്നൊരു കാര്യം, ഇവൾക്ക് നായകനോട് ഭയങ്കരമായൊരു ഇഷ്ടമുണ്ട്, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അനിയത്തിയെ
കൊല്ലാൻ കൂട്ടുനിന്നവൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. അതൊരു സൈക്കാട്രിക് പ്രോബ്ലമാണ്. അപ്പോൾ ഈ സിനിമയിൽ ഓൾറെഡി ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടല്ലോ, അവനെ കൊണ്ട് വന്ന് ഇവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഈ സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട്. പക്ഷേ അതുപോലും അവരിവിടെ ചെയ്തിട്ടില്ല. നമ്മുടെ നായികയെ അവളുടെ മറ്റേ വട്ടപ്പൊട്ടുള്ള കൂട്ടുകാരി ഒരു റിസോർട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. മീറ്റ് മൈ വുഡ് ബി എന്ന് പറഞ്ഞ് ഒരാളെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ലോകപ്രശസ്തനായ ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് കേട്ടോ. അജയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ അജയ് കാണിക്കാൻ കൊണ്ടുവന്നു എന്നുള്ള പേരിൽ ആ കൂട്ടുകാരി ഇവളോട് ചെയ്തത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അവളുടെ ഭർത്താവ് ബാലുവിനെ അങ്ങോട്ടേക്ക് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ബാലുവും റീത്തയും ആ റിസോർട്ടിൽ കുറച്ച് ദിവസം താമസിക്കൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ വക കുറച്ച് ക്രിഞ്ച് ഉപദേശങ്ങളും കൂടി കൊടുത്ത് അവർ രണ്ടുപേരെയും അവിടെയാക്കി ഈ കൂട്ടുകാരൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു. പക്ഷേ അവൾ ഒട്ടും കൺവിൻസ്ഡ് അല്ല. ഇത് മുഴുവൻ അവൻ്റെ പണിയാണ്, അവൻ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ശ്രമമാണ് എന്ന് പറഞ്ഞ് അവനോടുള്ളൊരു ഒരു ഗ്രഡ്ജ് ഉള്ളിലുള്ളത് പോലെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്, നീ അമേരിക്കയിലുള്ളപ്പോൾ ഞാൻ നിന്നെ ഫോൺ ചെയ്തതല്ലേ, അന്നേരം നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ട്രാഫിക് ബ്ലോക്ക് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല മോളൂസെ എന്നാണ് അവൻ അതിന് തിരിച്ചു കൊടുക്കുന്ന മറുപടി. അതിൽ അവൾ കൺവിൻസ് ആവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരിരുവരും കൂടി ആ റിസോർട്ടിലുള്ള വള്ളത്തിൽ കയറി നേരെ കായലിൻ്റെ ഒത്ത നടുക്കോട്ട് പോവുകയാണ്. എന്തിനായിരുന്നു? എന്തായാലും അവർ വെയിൽ കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു എന്ന് ഞാൻ പറഞ്ഞ ആ സീക്വൻസ് ഉണ്ടല്ലോ, ബാലു ഇവിടെ വന്നിരുന്ന് തുഴയൂ എന്ന് പറഞ്ഞ് അവനെ അടുത്തേക്ക് വിളിക്കുകയും തുഴ കൊണ്ട് അടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു. പക്ഷേ തുഴ കൊണ്ട് അടി വീണ് വെള്ളത്തിൽ വീണ ഈ പയ്യനും ഈ പെൺകുട്ടി ഇരിക്കുന്ന വള്ളവും തമ്മിൽ ഏതാണ്ട് ഒരു 10-20 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അവൾ സിക്സർ അടിച്ചാണെന്ന് തോന്നുന്നു അവനെ വെള്ളത്തിലിട്ടത്. പക്ഷേ നമ്മുടെ നായകൻ ഭാഗ്യമുള്ളവനാണ്, അവന് നീന്താൻ അറിയായിരുന്നു. അവൻ നീന്തി വന്ന് വള്ളത്തിൽ കയറി പിടിക്കുമ്പോൾ വള്ളം അതിൻ്റെ കൂടെ ചരിയുകയും നായികയും കൂടി വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ക്യാമറയും കൂടി വെള്ളത്തിലേക്ക് ചാടി ആ ഫിലിമും കൂടി വെള്ളത്തിൽ പോയിരുന്നെങ്കിൽ നമ്മളിത് കാണേണ്ടി വരില്ലായിരുന്നു. എന്തായാലും വെള്ളത്തിൽ പോയ നായികയും കൂടി വെള്ളത്തിൽ കിടക്കുന്ന നായകൻ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവരുന്നു. അതോടുകൂടി അവൾ കൺവിൻസ്ഡായി. അങ്ങനെ കൺവിൻസായ രണ്ടുപേരും കൂടി അന്ന് രാത്രി റിസോർട്ടിൽ പോയി കിടക്കുകയാണ്. അവൾ വലത്തോട്ട് തിരിഞ്ഞു കിടക്കുന്നു, അവൻ ഇടത്തോട്ട് തിരിഞ്ഞു കിടക്കുന്നു. ഇടത്തോട്ട് തിരിഞ്ഞു കിടക്കുന്ന അവൻ വലത്തോട്ട് തിരിഞ്ഞു കിടക്കുന്ന അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നു. അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. ശുഭം മംഗളം ഭവതു. പിന്നീട് അവരൊരു നിറഞ്ഞ ചിരിയുമായി അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ്. നേരെ ബെഡ്റൂമിലേക്ക് പോയി ആ ഉണങ്ങി വറ്റി വരണ്ട് കിടക്കുന്ന പൂമാല എടുത്ത് അവൾ വേസ്റ്റ് പിന്നിലിടുന്നു. നായകൻ മുറിയിലേക്ക് വരുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. സിനിമ കഴിഞ്ഞു. അതെങ്ങനെ ശരിയാവുക? അതായത് അവളുടെ ഉള്ളിൽ അനിയത്തിയെ അപായപ്പെടുത്താൻ ഇവൻ കൂട്ടുനിന്നു എന്ന് പറയുന്ന ചിന്തയുണ്ട്. നാളെ എപ്പോഴെങ്കിലും ഇവർ ബോട്ടിലിരിക്കുമ്പോൾ അവൾക്ക് തോന്നിയതുപോലെ കുറച്ച് വെള്ളം ഒഴുകുന്നൊക്കെ കാണുമ്പോൾ ഇവൻ്റെ തലമണ്ടയ്ക്ക് എന്തെങ്കിലും വെച്ച് അടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അപ്പോൾ അവളെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണ്ടേ? എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ പ്രേക്ഷകരെ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതാണെന്ന് വിചാരിച്ച് ഡയറക്ടർ കാണിച്ചിട്ടുള്ളൊരു ബ്രില്യൻസ് ആണ്. നോക്കൂ, ഈ സിനിമയിലെ സൈക്കാട്രിസ്റ്റ് പറയുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എന്നാണ്. അതായത് ഏത് നിമിഷവും അവൻ്റെ തലമണ്ടയ്ക്ക് ഒരു തുഴയെടുത്ത് അടിക്കാൻ സാധ്യതയുള്ള ഈ പെൺകുട്ടിയുടെ കൂടെ അവൻ ജീവിച്ചാൽ പ്രശ്നം തീരുമെന്നുള്ളത്. പ്രശ്നം തീരൂല, അവൻ തീരും. അവനെക്കൊണ്ടുള്ള പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ അത് സൈക്കാട്രിസ്റ്റിന് മാറിക്കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഒരു പഴക്കൊലയും 4 വെള്ളരിക്കയും അയക്ക് ലാഭിക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ഈ സിനിമ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മനോരമ മാക്സിൽ വെറുതെ കിടക്കുന്ന സിനിമയൊന്നും അങ്ങനെ എടുത്ത് കാണരുത് എന്നുള്ളതാണ്. ഈ സിനിമ നിർബന്ധിച്ച് എന്നെ കാണിപ്പിച്ച ആളെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സത്യമായി ഞാൻ അയാളൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു മനോഹരമായ സിനിമ എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാവും എന്ന് ആലോചിച്ചിട്ടാണ് വളരെ വേദനയോടെയാണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനിയും പൊട്ടിക്കാതെ കാത്തു വെച്ചിട്ടുള്ള ഫിലിം പെട്ടികൾ പല പ്രൊഡ്യൂസേഴ്സിൻ്റെയും കയ്യിൽ ഇരിപ്പുണ്ടെന്നാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ തരുന്ന വിവരം. ഏത് നിമിഷവും അങ്ങനെ പൊട്ടിക്കാതെ വെച്ചിരിക്കുന്ന സിനിമകൾ തിയേറ്ററിലേക്കോ OTTയിലേക്കോ എത്തിയേക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളെ തളർത്താനാവില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. 1.25 മണിക്കൂർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു ചിരിക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.